ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് ജനിച്ച പരിപാടി? രാവിലെ നമ്മൾ മീൻ പഠിക്കാൻ വന്നതാണ്. ഇന്ന് മീൻപിടുത്തമാണ്. അതിനുള്ള സെറ്റപ്പായിട്ടാണ് ചൂണ്ട ഇതെല്ലാമായിട്ടാണ് വന്നത്. പഠിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടുത്തെ ഒരു പഴയ ഒരു പാലവും ഒക്കെയാണ്. ഒറ്റ ഒരു പാലം, ഒരു വണ്ടിക്ക് കടന്ന് കഷ്ടിച്ച് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ പാലത്തിൻ്റെ താഴെയാണ് ഇവിടെ സാൽമണും മറ്റേ വേറൊരു ടൈപ്പ് ഇവിടെ കിട്ടുന്ന ട്രൗട്ടോ അങ്ങനെ പറയുന്ന മീനൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത്. ചൂണ്ടയിട്ട് ശീലമില്ല. അവിടെ പറ്റത്തില്ലായിരിക്കും ഫിഷിങ്. അവിടെ ഒഴുക്കാത്, നല്ല ഒഴുക്കാ. ഇപ്പുറത്തോട്ട് പോവാം. കഴിഞ്ഞ ദിവസം ഇവിടെ മീൻ പിടിക്കാൻ ഇതൊക്കെ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. നിനക്ക് ഭയങ്കര മീൻ പിടുത്തക്കാരിയാന്നല്ല അറിയാം. നിനക്ക് മീൻ പിടിക്കാൻ ഭയങ്കര മീൻപിടുത്തക്കാരിയാ. കിലോ കണക്കിന് മീനാ പിടിച്ചത്. ഇതൊരു ജംഗ്ഷൻ പാർക്ക്. കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനൊരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതുവഴി പോയിട്ട് കൊള്ളാം. ഞാൻ പോയിട്ടില്ല ഇതുവരെ. പിന്നെ ഇതുവഴി നമ്മളന്ന് പോയത്. പക്ഷെ ഇവിടെ ഇങ്ങനൊരു ഉള്ളിലോട്ടൊരു സംഭവം വിളിക്കാനൊക്കെ ഉണ്ടെന്ന്. അത് ഇങ്ങോട്ടുണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ ഇവിടെ ഇതുവഴി നമ്മൾ പോയത്. പിന്നെ ഇവിടെ കൂടെ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ ഒരു ആമ ഉണ്ട്. പക്ഷെ ഇത് ഇത്ര പന്ന വെള്ളം, ഇത് കെട്ടിക്കിടക്കുന്ന വെള്ളം, ഇത് ഇത്ര സുഖമില്ലാത്ത വെള്ളം. സൂപ്പർ സ്ഥലം ഇത്. സൂപ്പർ സ്ഥലമാണ്. പക്ഷേ വേറൊരു സംഭവമുണ്ട്. ഇപ്പോൾ ഈ ചൂട് സമയമാകുമ്പോൾ പൊതുവെ ഓസ്ട്രേലിയയിലെല്ലാം ഈ ഇഴജന്തുക്കളുടെ ഇത് പുറത്തിറങ്ങുന്ന സമയമാണ്. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചാണ് അതിനുള്ള സേഫ്റ്റി മെഷേഴ്സൊക്കെ വെച്ചിട്ട് നടക്കും. ഇതെല്ലാം യൂക്കാലി മരങ്ങളാ. ഇന്നലെ മഴയോടെ മഴയായിരുന്നു. ഇവിടെ എല്ലാം നല്ല രീതിയിൽ ചെളി പിടിച്ച് കിടക്കുക. പേടിയോ? ഇന്ന് ഈ പാറക്കിൽ ആദ്യം വന്ന് നമ്മളാന്ന് തോന്നുന്നല്ലേ. കാണാനില്ല. ഇത് ആ പുഴയുടെ മറുവശമാണ്. ഇവിടെ ആൾക്കാർ കഴിഞ്ഞ ദിവസമൊക്കെ വന്നപ്പോൾ ഇവിടെ നിൽക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. എല്ലാവരും അതെ, അവര് ഫുഡും രാവിലെ തൊട്ടുള്ള വൈകുന്നേരം വരെ ഉള്ള ഫുഡും. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഇന്നലെയാണ് ഇവിടെ സ്കൂൾ തുറന്നത്. പുതിയ വർഷത്തിലോട്ടുള്ള സ്കൂൾ. അതെ. നീ വിശ്വസിക്കുന്നുണ്ട് ഇതിനകത്ത് സാൽമണൊക്കെ ഉണ്ടെന്ന്? സാൽമൺ ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അപ്പോൾ ഇതാണ് ഇവിടുത്തെ റിവർ. സൂപ്പർ ഭംഗിയൊക്കെയാണ്. ഇവിടെ ആൾക്കാർ വന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു സിനിമയിലൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നേരിട്ട് കാണുമ്പോൾ അതിൽ നല്ല ഫീലാണ്. ഇപ്പം മെയിനായിട്ട് ഇപ്പം നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ടാണ് ആൾക്കാർ ഇപ്പോൾ ഇങ്ങനെയൊക്കെ കൂടുതൽ ഔട്ട്ഡോർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നത്. ഇനി ഒരു തണുപ്പൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ 2 മാസം കഴിയുമ്പോൾ 1 മാസം കഴിയുമ്പോൾ മീനാ സത്യത്തിൽ ഞാൻ പേടിച്ചു പോയി. മീനാണോ? മീനല്ലേ ഇത്? എനിക്കറിയത്തില്ല. മീൻ ഇങ്ങനെ എടുത്ത് ചാടോ? മീനായിട്ടാണ് ഞാൻ കണ്ടത്. എവിടെ? അവിടെ വന്നോ? ലൊക്കേഷനിൽ. പക്ഷെ ഇവിടെ ആൾക്കാർ കുളിക്കുന്നത്. അപ്പൊ മീനുണ്ടാവോ? ഇവിടെ മീൻ അനക്കമുണ്ട് കേട്ടോ. അവിടെ മീൻ 2 പ്രാവശ്യം നോക്കാം നമുക്ക്. പിടി. കിട്ടിയോ? കുറെ കിട്ടിയോ? മീൻ കിട്ടിയോ? മീൻ കിട്ടണമെങ്കിൽ മീൻ ആദ്യം കിട്ടുമോ നോക്കട്ടെ. കണ്ടോ? അത് മീനാ ചാടുന്നത്. മൂന്നാമത്തെ പ്രാവശ്യമാണേ നീ ചാടുന്നല്ലേ?
അവിടെ ഉണ്ട്, പക്ഷെ നമുക്ക് അവിടെ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല. എന്തായാലും അവിടെ ഉണ്ട്. ഭയങ്കര ശാന്തമായി കിടക്കുന്നോണ്ട് എന്തോ മീൻ പിടിക്കട്ടേക്കുന്നേ? മീൻ പിടിക്കട്ടേക്കുന്ന കപ്പ, നമ്മുടെ ഫ്രോസൺ കപ്പ. ആൾക്കാർ ഓടിക്കും. എന്തിനാ ഫ്രോസൺ കപ്പയൊക്കെ ഇടാറുണ്ടോ? പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഫ്രോസൺ കപ്പ. മീൻ എന്താ ഇടത്തില്ലേ? മലയാളി മീനാണോ കപ്പ വന്ന് അതൊരു കടിക്കാൻ വേണ്ടി ഇടുന്നത്. അവരെന്തോ ഇങ്ങനത്തെ നമ്മുടെ ചെറിയ പ്രോൺസോ ഫിഷോ പ്രോൺസ് ഇടാറുണ്ട്. അങ്ങനത്തെ ഒക്കെ ഇടുന്ന ഞാൻ കണ്ടിട്ടുള്ളത്. ഇങ്ങോട്ട് വന്നിടാവോ? ഓ, ഇട്ട് കഴിഞ്ഞോ? മീൻ കിട്ടിയായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നല്ലേ? കുളിച്ചില്ല. കൊളുത്തിയോ? കൊളുത്തി. പക്ഷെ മീനുണ്ടെങ്കിൽ അത് മൂവ് ചെയ്യത്തില്ല അറ്റത്ത്. എന്തോ ഒരു പിടുത്തം വന്ന അവിടെ. അതുമല്ല, നല്ല കമ്പനിയിലായിരിക്കും. രാവിലെ സൺലൈറ്റ് മുഖത്തോട്ടടിക്കുന്നു. വൈറ്റമിൻ ഡി കിട്ടാൻ നല്ലതല്ലേ? എനിക്ക് ഒരെണ്ണം തരുമോ? ഞാൻ ഒന്നും ചെയ്യട്ടെ. അടുത്ത എനിക്കാ. തരാം. ഞാൻ അവളോട് അവിടെ ചാടുന്നു കിടന്നു. എന്നെ അറിയല്ലേ? അങ്ങോട്ട് നോക്കിയിട്ട് വലിയ എക്സ്പേർട്ട് ഒന്നും അല്ല. ഉണ്ടോ? ഇപ്പൊ അപ്പുറത്തെ സൈഡ് ചാടിയേ. അത് കുറച്ചും കൂടെ അവിടെ പോയിട്ട് എറിയണം. ഇത് അത്രയും പോകത്തില്ല. ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു. ഇത് നമ്മൾ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നത് ദാരിദ്ര്യം പിടിച്ച ഫുഡായിപ്പോയി. മറ്റേ ഇത് വേണമായിരുന്നു. നമുക്ക് വല ഇടാക്കത്തില്ലേ ഇവിടെ? വലയിടാൻ പറ്റും. വലയിടുന്നവരുണ്ടല്ലോ. ക്യൂൻസ്ലാൻഡിൽ വലയിടുന്ന കണ്ടല്ലോ. അവർക്കിപ്പോ കൊറേ വലയിടാൻ പറ്റും. അവിടെ എന്തോ വെള്ളപ്പൊക്കമാണല്ലേ? ഇപ്പൊ ഡാം തുറന്നിട്ടേക്ക്. ഡാം തുറന്നിട്ട് ക്യൂൻസ്ലാൻഡിൽ ടൗൺസ്വില്ല് എന്ന സ്ഥലത്ത് ഡാം ഓപ്പൺ ആക്കി. കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഒത്തിരി പേര് വലിയ മീനുകളൊക്കെ ഡാമിൽ നിന്ന് തുറന്നു വന്നിട്ട് ആൾക്കാർ എടുത്തോണ്ട് പോകുന്നു, പിടിച്ചോണ്ട് പോകുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ നല്ല സ്ഥലം, സ്പോട്ടോ കേട്ടോ. ഞാനടുത്തത് എനിക്ക് പറഞ്ഞു തരാൻ അറിയത്തില്ല. ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തോളാം. എനിക്ക് റിലീസ് ചെയ്ത് തന്നാൽ മതി, ഞാൻ ചെയ്തോളാം. കൊടുക്കല്ലേ, എനിക്കറിയത്തില്ലേ. ഞാൻ ട്രിക്ക് പറഞ്ഞു തരാം. ട്രിക്ക് എന്താണെന്നറിയോ? ഈ സംഭവം ഇത് പിടിക്കുക. ഒരെണ്ണം മേളിൽ കൈ പിടിക്കുക, ഒരു കൈക്കിന് മേളിൽ പിടിക്കുക. എന്നിട്ട് ഇത് മേളിലോട്ടാക്കുമ്പോൾ ഇത് അൺലോക്കായി. എന്നിട്ട് എറിയുക. എറിയുന്ന സമയത്ത് ഇവിടെ വിട്ടുകൊടുക്കുക. ഈ കൈ വിട്ടുകൊടുക്കുക. വിട്ടുകൊടുത്ത് കഴിഞ്ഞിട്ട് അവിടെ വീണ് കഴിയുമ്പം ഇത് തിരിച്ച് ലോക്കാക്കുക. എന്നിട്ട് ഇത് പെതുക്കെ വലിക്കുക. മനസ്സിലായോ? നിക്ക് അവിടെ ഇതാ കേട്ടോ, തടിയാ അവിടെ. എന്തൊക്കെയോ ചാടുന്നുണ്ട്. എനിക്കറിയത്തില്ല വീരാതോ ഇല്ലയോ. അത് നീ ഇങ്ങോട്ട് വന്നിട്ട്
മനസ്സിലായോ? ഞാൻ ഉദ്ദേശിച്ചത് അങ്ങോട്ടിടാം. അങ്ങോട്ടൊന്നും വന്നാ ഇട്. അവിടെ പക്ഷെ ഇതാണ് ഇത് മുറിക്കേണ്ടി വരും കേട്ടോ. എന്ത് അവിടെ ഇത് കിടക്കുന്നുണ്ടോ, തടി കിടക്കുന്നുണ്ടോ? ആ തടിയുടെ അങ്ങോട്ട് പോയി ഇറങ്ങിയിരുന്നു. നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ വയ്യ. ഇപ്പൊ ഞാൻ ലൂസ് ആക്കുവാണേ, അൺലോക്ക് ആക്കുവാണേ. അത് വിടല്ലേ, അത് വിടല്ലേ, അത് വിടുവെച്ച് അവിടം വരെ ഒന്നും പോകത്തില്ല. നീ ഇങ്ങോട്ട് ഇട്ടോ, പഠിക്കാൻ വേണ്ടിയല്ലേ ഇട്. ഇറങ്ങിപ്പോവല്ലേ, ചാടിപ്പോവല്ലേ, ഇട്ടോ. ഇനി ലോക്കി, അത്രയും മതി. ലോക്കി താപ്പോട്ടാക്ക്. ഇനി ചെറുതായിട്ട് ഒന്ന് ഇത് വലിച്ചോട്, പെതുക്കെ. ആ കഴിഞ്ഞ പ്രാവശ്യം ഇതൊന്ന് പഠിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് കുടുക്ക് മാറ്റാൻ എന്തൊരു പാടുപെട്ടെന്നറിയോ. അത് ഇതാകുമ്പോ നിർത്തിക്കോ. മീൻ കൊത്തണ്ടേ? ആ അത് വന്ന് കൊത്തിട്ട് അതിപ്പോ ഏകദേശം ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ വെള്ളച്ചാടുന്നത് നമ്മൾ ആദ്യം നിന്ന സ്ഥലത്തോട്ട് വരുന്നുണ്ട് ചേട്ടൻ. ഇത് സമയം എടുത്താണ്, എന്തിനാ പെട്ടെന്ന് വലിക്കുന്നത്? ഇത് എന്ത് പറയുന്നത്, മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ നല്ല ക്ഷമ വേണം പിടിക്കണമെങ്കിൽ. നമ്മുടെ കപ്പ ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. മലയാളി മീനാണോ അങ്ങനെ ഓരോരുത്തര് മറ്റേ എന്താ പിടി. എനിക്ക് അവിടെ ഒന്ന് ഇടണം. എങ്ങനെ ഇടാനോ? എനിക്കിതാ, ഞാൻ ഇടാം. എന്നാലും എന്തും എനിക്ക് ചാടുന്നില്ല. ഞാൻ കണ്ടു മീനാ, ശരിക്കും ഞാൻ കണ്ടു. സാൽമൺ ആയിരിക്കത്തില്ല, സാൽമൺ പേരേ ഉള്ളൂ. മറ്റേ ട്രോട്ട് എന്ന് പറയുന്ന മീനായിരിക്കും. മാർക്ക് ഞാൻ സീരിയസ്ലി കണ്ട മീനാ. നമ്മളെ കപ്പ അപമാനിക്കാൻ പാടില്ല. കപ്പ നമ്മുടെ ദേശീയ ഭക്ഷണമാണ്. ഇവിടുത്തെ മീനിന്റെ ഭക്ഷണമാണോ? ഇവിടുത്തെ മീനിനെ നമ്മൾ പരിചയപ്പെടുത്തും, ഇങ്ങനെ സംഭവം ഉണ്ട്. മാറ് അവിടെ എനിക്കോ ആടണം, എനിക്കൊരെണ്ണം തരുമോ? ഇങ്ങോട്ട് പോയിട്ട് വിടുന്ന സമയത്ത് ഇത് വിടല്ലേ, വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ്ട് ചാടുന്നത് ഇവിടെ. അതുകൊണ്ട് അപ്പുറത്തല്ല, നമുക്ക് അപ്പുറത്ത് പോവാൻ ഒരു കുഴപ്പമില്ല. ചെളിയാന്നേ സൂക്ഷിച്ചു പോ. ഇനി അതിനെ ഫോക്കസ് ചെയ്യാം. ആ താക്കുന്നു. ഇനി റിലീസ് ചെയ്യുന്ന ഇനി കയറി. വെരി ഗുഡ്. ഇനി ലോക്കി ഇനി അത് ലോക്കി. അതിനിപ്പോൾ ഇതൊക്കെ വലിച്ച് ആ ലൈൻ വെച്ച് സ്ട്രെയിറ്റ് ആക്ക്. ആ നൂല് സ്ട്രെയിറ്റ് ആക്കണം. പെതുക്കെ വലിച്ചു പോകുന്നുണ്ടല്ലോ. വെയിറ്റ് ചെയ്ത്. അത് അങ്ങോട്ട് പിടുത്തം വന്നല്ലോ, അതുകൊണ്ട് പോന്നു. ഇല്ല, അങ്ങോട്ട് ഒരിക്കലും പോകത്തില്ല. വെയിറ്റ്, മീൻ പിടിക്കുക. അതെന്തിനാ വലിച്ചെടുത്തേ? ആ മീൻ വലിച്ചത് അത് ഫസ്റ്റ്. അതാണ് വലിക്കുക, മീൻ വലിക്കുന്നുണ്ട്. നീ ജസ്റ്റ് നൈസിൽ അതൊന്ന് വലിച്ച് പെതുക്കെ ഒന്ന് മേപ്പോട്ടൊന്ന് ആക്കിക്ക. കുളുത്ത് ആ റോഡ് മേപ്പോട്ടൊന്നാക്ക്. അതായത് അത് വലിക്കും. അത് തടിയല്ല. ഒഴിക്കില്ലല്ലോ അവിടെ. നിനക്ക് പിടുത്തം വരുന്നുണ്ടോ? പെതുക്കെ വലി.
പിടിച്ച് കുടുങ്ങിയതാണെങ്കിൽ ഇത് ഇതാക്കേണ്ടി വരും. മുറിച്ച് കളയണല്ലേ. മീനാണെങ്കിൽ അതിങ്ങനെ മൂവ് ചെയ്യത്തില്ലേ? ഇത് മൂവ് ചെയ്യല്ല, അവിടെ കുരുങ്ങും. അപ്പം അവിടെ തടിയില്ല. അയ്യോ നല്ല സ്ഥലത്തുണ്ട് ഇട്ടത്. അത് കട്ട് ചെയ്തിട്ട് പക്ഷെ എനിക്ക് ഞാൻ അതിനെക്കാട്ടും ദൂരം ഇടുന്നുണ്ട്. മുഖത്തോട്ട് വന്ന് അടിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ ദൂരെ പോയിക്കാം. പൊട്ടിയോ? എവിടോ എറിഞ്ഞത് ആ കല്ലിൻ്റെ എന്താ കറക്റ്റ് ആ തടിയുടെ ഇവിടെ കൊണ്ട് വരച്ചല്ലോ. കണ്ടോ? പക്ഷെ അവിടെ അന്ന് ആൾക്കാരൊക്കെ മൊത്തം കൊളുത്തിപ്പോയി, മൊത്തം പൊട്ടിപ്പോയി. ഒന്നുകൂടി ചെയ്യാം. എന്ത് അതിന്റെ ഇതെല്ലാം പൊട്ടിപ്പോയെന്ന് ഒന്നുകൂടെ ചെയ്യാം നമുക്ക്. ചെയ്യാം. അഥവാ മീൻ വല്ലതും കടിച്ചെന്ന് ഉറപ്പ് വരുവാന്നുണ്ടല്ലോ, ഈ ഇതെല്ലാം അനക്കണ്ട. ഈ റോഡൊന്ന് അനക്കി കൊടുക്കണം. ആ കൊളുത്തുനിന്ന് അതിനെ ശരിക്കും ഒന്ന് വായില ചൂണ്ട ശരിക്കും ഒന്ന് വായി കൊടുക്കാൻ വേണ്ടി. അപ്പൊ അതിന്റെ കുറച്ചുകൂടെ ഡീപ്പ്. അപ്പൊ വിടത്തില്ല, പിടി വിടത്തില്ല. ഞാൻ പറഞ്ഞ ഫുഡ് കൊണ്ടുവന്നാൽ മതിയല്ല. രാവിലെ നമ്മുടെ മീന് ഇങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത, അതുകൊണ്ട് ശരിയായില്ല. രാവിലെ അല്ലേ പറഞ്ഞത്. ലോകത്ത് ആദ്യമായിട്ടായിരിക്കും കപ്പയും നഗറ്റ്സുമായിട്ട് കൊണ്ടുപോകുന്നത്. നഗറ്റ്സ് നമുക്ക് രാവിലെ ആയതുകൊണ്ട് നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ചിക്കൻ എടുക്കാൻ നോക്കിയതാ, പക്ഷെ അപ്പോൾ ഫ്രീസറിൽ പോകുന്നില്ല. അതിനകത്ത് വെറൈറ്റി ചൂണ്ടകളുണ്ട്. ചൂണ്ടകൾ എന്തുവാ അതിനുള്ള വെയിറ്റ്, പിന്നെന്താ പറയുന്നത് അതിനുള്ളൊരു കൊളുത്ത്. ഇവിടെ ആ കൊളുത്തും എല്ലാം കൊണ്ട് നശിപ്പിച്ചു. എന്നെ കാണിക്കും, എല്ലാം കൊണ്ട് നശിപ്പിച്ച്. ഇനി നമുക്കൊരു ചെറിയൊരു ശരിയല്ല, അത്യാവശ്യം വലിയൊരു ഇതെടുക്കാം. പിന്നെ മീനുണ്ട് ഇവിടെ. മീന് ഞാൻ കണ്ടു. കാരണം നമ്മൾ ഇത്രയും ദിവസം വന്നതിൽ ഇവിടാണ് മീനുള്ളത്. ചാടുന്നുണ്ട്, കുറെ പ്രാവശ്യം ചാടുന്നുണ്ട് അവിടെ. പക്ഷെ അവിടെ വരെ പോയി ഇടാൻ പറ്റുന്നില്ല. നമുക്ക് വേണേൽ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ചെയ്യാം. പിന്നെ നമ്മള് ഈ കെട്ടുന്നത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ ഷോപ്പിൽ പോയ സമയത്ത്, ഈ റോഡ് വാങ്ങിക്കാൻ പോയ സമയത്ത് ഞാൻ എനിക്കറിയുന്ന ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഇതൊന്നും എനിക്കൊന്ന് കെട്ടിത്തരണം, എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞപ്പം അവർ ഫുള്ള് സെറ്റാക്കി തന്നതാണ്. ഫുള്ള് എന്ന് പറഞ്ഞാൽ അവരതെല്ലാം നമുക്ക് സെറ്റാക്കി ചൂണ്ട വരെ ഇട്ട് തന്നു. പിന്നെ നമ്മുടെ പഠിക്കുന്ന സമയത്ത് പാറയ്ക്കകത്ത് കൊണ്ട് കൊളുത്തി അതെല്ലാം പോയി. ഇതിപ്പോൾ ഞാൻ തന്നെ എപ്പോഴും അവരുടെ അടുത്ത് പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ സ്വയം പഠിച്ച് അതെങ്ങനെ ചെയ്യേണ്ടത്. ഇടയ്ക്ക് ഈ ടിക്ടോക്കിൻ്റെയും വീഡിയോക്കകത്തു നിന്നാണ് കുറച്ച് പഠിച്ചത്. ഞാൻ സ്വയം പഠിച്ചാലും പിന്നെ റഫറലിന്റെ ആവശ്യം ഉണ്ടല്ലോ യൂട്യൂബിൽ. ഇത് കെട്ടണ വെച്ച് പാടാ, ബാക്കി കെട്ടാൻ എനിക്കറിയാം. ശരിയായോ? നിനക്ക് അടുത്ത കുറുക്കാനുള്ളത് റെഡി ആക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഇന്ന് മീൻ പിടിച്ചിട്ടേ പോന്നോളൂ. വെരി ഗുഡ്. വീഡിയോ ഒക്കെ ആണല്ലോ ചെയ്യുന്നത്. ചില ഡൗട്ടുകൾ നമ്മൾ എക്സ്പേർട്ട് ഒന്നും അല്ലല്ലോ. നമ്മൾ ഇങ്ങനെ പഠിച്ചു വന്നൊരു സംഭവമാണ്. അതെങ്ങനെയൊന്നും നോക്കണ്ട. എളുപ്പമായിക്കോട്ടെ. ഈ ചൂണ്ട കെട്ടുന്നതില് ഭയങ്കര ഇതുണ്ട്. ഇത് ചുമ്മാ അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഇത് അഴിഞ്ഞു പോകും. അതുകൊണ്ട് ഇതിന്റെ ഒരു ശാസ്ത്രീയ വശങ്ങളുണ്ട്. അത് കെട്ടാവും. അല്ല ചുമ്മാ ഇത് മറ്റേ നമ്മുടെ ടൈപ്പ് സാധാ നൂലൊന്നുമല്ല. ഇത് മറ്റേ എന്താ പറയുക, ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കെട്ടാണ്.
ഇത് വീഡിയോസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലും എനിക്ക് ഏറ്റവും എളുപ്പമുള്ള കെട്ട് ഞാൻ നോക്കി പഠിച്ചതാണ്. അപ്പം നിങ്ങൾക്ക് പലർക്കും കെട്ടാൻ അറിയാവുന്നവരായിരിക്കും എന്നെ ചീത്ത വിളിക്കില്ല ഈ വീഡിയോ കണ്ടിട്ട്. പാവം പിടിച്ചവരെങ്ങനെയും ഒന്ന് കെട്ടിക്കോട്ടെ. എല്ലാരും പറയും എന്ത് തേങ്ങയായി ചെയ്യുന്നതെന്ന് പറയും. നമുക്ക് അറിയാവുന്ന രീതിയിലല്ലേ നമ്മൾ ചെയ്യാൻ പറ്റും. ഈ പ്രാവശ്യം നിനക്ക് പിടിക്കാൻ വേണ്ടി വലിയ ചൂണ്ടയിട്ടായിരുന്നു പിടിച്ചത്. മീനുണ്ട്, മീൻ ഞാൻ കണ്ടതാ ചാടുന്നുണ്ട്. എത്ര മീനാ ചാടിയത്. പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചു ചുമ്മാ. പക്ഷെ അപ്പൊ ആൾക്കാരെങ്ങനെയാ അങ്ങോട്ട് ഇറങ്ങുന്നേ ആ സൈഡിലോട്ട്? നീന്താ അറിയുന്നവർക്ക് ഇറങ്ങുന്നതിനകത്ത്. പക്ഷെ അതേ ആഴമില്ല അവിടെ. നമ്മള് കണ്ടല്ലേ എല്ലാരും അവിടെ പോയിട്ട് കുളിക്കുന്നത്. അത് അപ്പുറത്ത് ഒരു പ്രോപ്പർട്ടി ആട്ടെ. അതിനകത്ത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെങ്കിലും കാട് പോലെ ഇരിക്കും. ഇതിട്ട് കൊടുക്കണോ നിന്റെ? ഇപ്രാവശ്യം നഗറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി. അല്ല ഒന്നും എടുക്കണ്ടല്ലോ, നമുക്ക് പോയിട്ട് വരാം. നഗറ്റ്സ് എങ്ങനെ ഉണ്ട് പരപ്പുറമാണോ നോക്കട്ടെ. ഞാൻ ഉണ്ടാക്കിയ നഗറ്റ്സ് അല്ലേ? നീ ഉണ്ടാക്കിയതല്ലേ? ഞാൻ ഉണ്ടാക്കിയ നഗറ്റ്സ് അല്ല, നിന്റെ ഐഡിയ അല്ലേ നഗറ്റ്സ് വെച്ച് നോക്കാന്ന്. ശരിക്കും ചെറിയ ചെറിയ കൊഞ്ചൊക്കെ ഇല്ലേ, അതൊക്കെയാ നമ്മ. ഒരു പ്രാവശ്യം ഇടേ, അത് കഴിഞ്ഞിട്ട് ഞാനാ. നീ ഇടണോ? ഞാനിടണം. എനിക്ക് ആര് എന്റെ നഗറ്റ്സ് ദൂരെ പോയി. നഗറ്റ്സ് ഒന്നും അതിൽ നിൽക്കത്തില്ല. അതിന് നല്ല കപ്പയാ. അപ്പൊ പിന്നെ എങ്ങനെയാ ചെറിയ മീനും മറ്റേ ചെറിയ പ്രോൺസ് ഒക്കെ നിൽക്കുന്നത്? ഞാൻ എടുത്തോണ്ട് വരാം നഗറ്റ്സ്. ഇത് നല്ല ക്ഷമയുണ്ടെങ്കിലേ ഇത് പിടിക്കാൻ പറ്റത്തുള്ളൂ. ഇത് ചുമ്മാ ഒന്നും വന്നു കഴിഞ്ഞാൽ പിടിക്കാം. പക്ഷെ മീനുണ്ട് കേട്ടോ. എൻ്റെ അവിടെ എല്ലാം ഞാൻ കണ്ടതാണ് മീൻ ചാടുന്നത്. പക്ഷെ ലക്ക് വേണം പിടിക്കാൻ, ക്ഷമയും വേണം. സമയം എടുത്ത് ഇങ്ങനെ വന്നിരുന്ന് ഇവിടുത്തെ ഇംഗ്ലീഷുകാരൊക്കെ കിട്ടുന്നവരോട് നമ്മൾ 2 ചെയറൊക്കെ കൊണ്ടിട്ടിട്ട് ഇവിടെ എടുത്ത് ചായയൊക്കെ കുടിച്ച് ഞാനെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും സമയം എടുത്ത്. ഇത് പെട്ടെന്ന് വന്ന് മീൻ പിടിക്കാന്ന് പറഞ്ഞത് വീശുവല പോലെ പിടിച്ചിട്ടൊന്നും പോകാൻ പറ്റുന്നില്ല. സമയം എടുത്ത് ഇതൊക്കെ എൻജോയ്മെന്റ് ആണ്, ടൈം പാസിന് വേണ്ടി ആണ് ആൾക്കാർ കൂടുതലും വരുന്നത്. കപ്പ മതി. അത് അങ്ങനെ കൊളുത്തില്ല, കൊളുത്തുന്നതിനൊരു ഇതുണ്ട് ഇപ്പൊ. എവിടെ വന്നിട്ട് താപ്പോട്ടാക്കിയോ? ഇനി ഏറി ബാക്കിലോട്ട് ഇനി കൊളുത്ത്, അത് ലോക്കാക്ക്, അതിന് ട്രാക്ക്. എൻ്റെ അധികം പോയില്ല, അങ്ങോട്ട് പോയില്ല. നീ എന്നെക്കാട്ടി വലിയ ഉന്നക്കാരിയാന്ന് പറഞ്ഞിട്ട് കൊളുത്തി. കൊളുത്തിയായിരുന്നു, പക്ഷെ ഞാൻ അതെടുത്തു. എന്തോ കൊളുത്തി? എന്തോ കൊളുത്തിയായിരുന്നു. കൊളുത്തിന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ റിലീസ് ചെയ്തപ്പോൾ പോരുന്നു. എൻ്റെ നഗറ്റ്സ് പോയി, എല്ലാം പോയി. പായല് കിട്ടി. നഗറ്റ്സ് മറ്റേ ബ്രെഡിന്റെ ഇതല്ലേ അത്. ഇവളിപ്പോ രണ്ടും കളിപ്പിച്ച എന്നെ ഇവള് ഇടാൻ സമ്മതിക്കത്തില്ല. കൊളുത്തുന്നതിന് ഞാൻ കൊളുത്തി തരാം, അതേ ഇട്ടോ. കൊളുത്തുന്നത് അങ്ങനല്ല കൊളുത്തുന്നത്. പിടിച്ച് നീ ഇവിടുന്ന് ആ സെന്ററിലോട്ട് ഏജൻസി നോക്കിയിടണേ. കുഴി അവിടെ പോയി എനിക്ക് നീന്തലൊന്നും. ഞാൻ ഒരാളെ വിളിക്കാൻ പോണം. ഇല്ലില്ല, താപ്പോട്ടാക്ക്. ആ
വെയിറ്റ്ലെസ്സാ ആ കറക്റ്റ് ലോക്കാക്കി പെട്ടെന്ന് ലോക്കാക്കി. താഴോട്ട് പോയി കഴിഞ്ഞാൽ വെള്ളമാണ്. ഇനി വലിക്ക് പെതുക്ക. കൊത്തുവാണെങ്കിൽ അവിടെ ഒരു സൗണ്ട് ഒക്കെ കേൾക്കത്തില്ലേ? മീൻ വല്ലതും കൊത്തുവാണെങ്കിൽ ഒരു സൗണ്ട് ഒക്കെ മീനിന്റെ എറിഞ്ഞ ഉടനെ കൊത്തൊന്നുമില്ല. വെയിറ്റ് ചെയ്യ്. നമ്മളപ്പോൾ എടുക്കും. അത് കൊളുത്തുമ്പോ നിന്നെ അത് വലിച്ചുകൊണ്ട് അന്നേരം പോകാൻ പറ്റും. പോവും. അയ്യോ വലിച്ചോണ്ട് പോയത് ഹൊറർ മൂവീസിലൊക്കെ ഇത് താഴെ വന്നു ഉണ്ടോ? അവിടെ ചാടുന്നുണ്ടോ? അത് കിളി വന്നിട്ട് അത് മീൻ കഴിക്കാൻ വരുന്ന. അത് കിളി വന്ന് പിടിച്ചോണ്ട് പോന്ന. ഇല്ല, അതാ കിളി വരുന്നുണ്ട് അവിടെ മീൻ ചാടാന്, മീൻ പിടിക്കാന്. എൻ്റെ കപ്പയും പോയി. ഇതൊക്കെ വലിയ ഡീപ്പ് വാട്ടറിൽ പിടിക്കുന്ന ചൂണ്ടയായിരിക്കും അതൊക്കെ? ആണോ? അല്ല, ഇത് ഇങ്ങനെയുള്ള ഇത് പിടിക്കുന്ന. അതിനകത്ത് എന്താ ഇങ്ങനെ തൂവല് പോലെ കിടക്കുന്നേ? അത് മീനെ പറ്റിക്കാൻ. ഇതിനുള്ള പല ടൈപ്പ് ഉണ്ട്. ഫ്രോഗ് ഉണ്ട്, പൊന്മാനോ. ഇത് ലാസ്റ്റ് ട്രൈ. ഇല്ല, അത് എനിക്ക് ഒരു ട്രൈയും കൂടെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെടി പരിപാലനത്തിലേക്ക് നമുക്ക് പോവാം. ചട്ടി വാങ്ങിച്ചിട്ട്. സമയം 10 മണിയൊക്കെ ആണ്. നോക്കി പിടിക്കണേക്കോ. ഇതാക്കല്ലേ, കുരുക്കല്ലേ പ്ലീസ്. എനിക്ക് പണി തരല്ലേ. പെതുക്കെ 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 പോ. ആ അത് മീൻ പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ഞാൻ തന്നെ ആദ്യമായിട്ടാണ് പഠിച്ചു തന്നത്. അവള് പഠിച്ച് ഇത് എന്തൊക്കെയോ ആക്കി വെച്ചു. ഇതെനിക്കത് കട്ട് ചെയ്ത് ഇനി വീട്ടിൽ പോയി ഒന്നൊന്നര പണിയുണ്ട്. സമാനമായാലും നിനക്ക്. നമുക്ക് ആ അപ്പച്ചനെ അവിടെ പട്ടിയെ കുളിപ്പിക്കുന്ന സ്ഥിരം ഏരിയ തോന്നുന്നു. നമുക്ക് വേണ്ടി മാറും ഏതാ ഇത് പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവസാനം അപ്പച്ച സ്ഥലം മാറി വേറെ സ്ഥലത്തോട്ട് പോയി. അപ്പച്ച അവിടെ ഇങ്ങനെ കുറെ നേരം ഇരുന്ന് കാഴ്ചയൊക്കെ കാണുക. അങ്ങനെ കിട്ടിയ കൊട്ടക്കണക്കിന് മീനുമായിട്ട് നമ്മൾ പോവുക.